ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോയാ ചങ്ക്സ് അതിൻ്റെ മസാലയുടെ റെസിപ്പി കാണാം. ഇത് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, നമുക്കപ്പം അത് നോക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു 2 കപ്പ് സോയാ ചങ്ക്സാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് തിളപ്പിക്കാം ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഇങ്ങനെ ഇതൊരു 2 മിനിറ്റ് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. അതിനുശേഷം കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമുക്കൊന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിത് പിഴിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. നിങ്ങൾ വെളിച്ചെണ്ണയ്ക്ക് പകരം വേറെ ഏതെങ്കിലും എണ്ണ ഉപയോഗിക്കുന്നെങ്കിൽ അത് ഉപയോഗിക്കാം, കുഴപ്പമില്ല. അതിനുശേഷം അതിലേക്ക് ചതച്ച ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. ഇതിലേക്ക് വരട്ടെ. അത് മൂത്തിട്ടുണ്ട്. ഇപ്പോൾ 2 ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത്. നമുക്ക് ഇതിനകത്ത് ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും കൂടെ ചെറുതായി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് കൂടെ നമുക്ക് ചേർക്കാം. നമ്മൾ സോയാബീനിൻ്റെ അത് തിളപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തതാണ്. അതുകൊണ്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതിന് കുറച്ച് പെരുംജീരകപ്പൊടി ചേർത്തു. ക്യാമറ ഓഫായിപ്പോയി ആ സമയത്ത്. കുറച്ച് മല്ലിപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ ഈ പൊടിയുടെ മണം, പച്ച മണങ്ങൾ മാറുന്നിടം വരെ, പച്ച ചുവയൊക്കെ മാറുന്നിടം വരെ നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ പൊടിയൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി പഴുത്തൊരു തക്കാളിയാണിത്, അതുകൂടി ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റി തക്കാളിയുടെ നീരെല്ലാം കൂടെ ഇറങ്ങി ഈ മസാലയിലൊന്ന് പിടിക്കണം. അതുവരെ ഒന്ന് നന്നായി വഴറ്റി കൊടുക്കാം. അങ്ങനെ ഇതിൻ്റെ ചാറ് നന്നായി പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന സോയാബീൻ ഇതിനകത്തോട്ട് ചേർക്കാം. ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡാണിത്. ഇത് നമുക്ക് നന്നായിട്ട് നന്നായി ഇളക്കി എടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. പിന്നെ നമ്മുടെ സോയാ ചങ്ക്സ് എല്ലാം നന്നായി ഉണ്ട്. ഇതിനകത്ത് മസാലകളൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു 2 സ്പൂൺ ടൊമാറ്റോ സോസാണ്. ഇത് ചേർക്കുമ്പോൾ ഇതിനകത്ത് ശകലം മധുരവും പുളിയും ഒക്കെ കൂടെ ചേരുമ്പോൾ ഇതൊന്നുകൂടെ ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് ലാസ്റ്റ് നമുക്കിതൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം.
അതിനുശേഷം നമുക്കിതൊന്നൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ ഞാനിത് സെർവിങ് ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണിത്. അങ്ങനെ കൂട്ടുകാരെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ കൂടെ ലൈക്കും ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്കും കൂടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.